ഹലോ എവ്രി വൺ, ഗ്രോ യൂട്യൂബ് ചാനൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷയാസ് റഫിയ മൊയ്തീൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഷെയർ മാർക്കറ്റിനെ കുറിച്ച് അടിസ്ഥാനപരമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 4 കാര്യങ്ങളെക്കുറിച്ചാണ്. സ്റ്റോക്ക്, ഇക്വിറ്റി, സ്റ്റോക്ക് മാർക്കറ്റ്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രയോജനങ്ങൾ എല്ലാം. ഇത്തരത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഓരോ ആഴ്ചയിലും 2 or 3 വീഡിയോസ് ആയി ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതും സിമ്പിൾ മലയാളത്തിൽ. അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ആ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനായി ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. തുടങ്ങുന്നതിന് മുൻപ് പറയട്ടെ, ഈ ചാനലിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും എഡ്യൂക്കേഷൻ പേർപ്പസിനും മാത്രമുള്ളതാണ്. ഈ വീഡിയോകളിൽ നമ്മൾ എന്തെങ്കിലും വാങ്ങാനോ വിൽക്കാനോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ആളുകൾക്ക് ഈ വിഷയങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളത് മാത്രമാണ് ഈ വീഡിയോസ്. സ്റ്റോക്ക് അല്ലെങ്കിൽ ഓഹരി എന്ന് പറഞ്ഞാൽ എന്താണ് ഇക്വിറ്റി? ഒരു സ്റ്റോക്ക് സ്വന്തമാക്കുന്നതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ഓഹരി വിപണി, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് പേർ അറിയാൻ ആഗ്രഹിക്കുന്ന കുറേയധികം സംശയങ്ങൾ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളാണ് ഇവ. ഇതിനൊക്കെയുള്ള ഉത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത്. വെൽക്കം. ഒരു ഇൻട്രസ്റ്റിംഗ് കഥ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. വർഷം 1997. സഞ്ജീവ് ബിഖ്ചന്ദാനി എന്നയാൾ അക്കാലത്ത് കൗതുകമുണ്ടാക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കാനിടയായി. അന്നത്തെ പത്രങ്ങളും ബിസിനസ് മാഗസിനുകളും എല്ലാം ജോബ് അഡ്വർടൈസ്മെന്റ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുമായിരുന്നു. അതേസമയം വളരെ നല്ല ജോലികളുള്ള ആളുകൾ പോലും ഈ പരസ്യങ്ങളിലൂടെ കൂടുതൽ നല്ല ജോലികളെക്കുറിച്ച് അറിയാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ പല മാധ്യമങ്ങളിലായി നിറഞ്ഞിരിക്കുന്ന എല്ലാ തൊഴിലവസരങ്ങളെയും ഒരു സ്ഥലത്ത് ഒരുമിച്ച് ചേർക്കാൻ കഴിയുന്ന ഒരു ഇന്റർനെറ്റ് ജോബ് ഡാറ്റാബേസ് നിർമ്മിക്കാൻ സഞ്ജീവ് തീരുമാനിക്കുന്നു. എന്നാൽ ആ കാലത്ത് ഇതിനായി ആവശ്യമുള്ള സെർവറുകൾ US-ൽ മാത്രമായിരുന്നു അവൈലബിൾ ആയിരുന്നത്. സഞ്ജീവ് US-ൽ ഉണ്ടായിരുന്ന തൻ്റെ മൂത്ത സഹോദരൻ സുനിലിനെ വിളിച്ച് ഒരു സെർവർ സംഘടിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അന്ന് ഒരു സെർവർ ലഭിക്കാൻ മാസം $25 വീതം ചെലവ് വരുമായിരുന്നു. ഈ ചെലവ് മീറ്റ് ചെയ്യാനായി സഞ്ജീവ് തൻ്റെ സഹോദരന് തൻ്റെ കമ്പനിയിൽ 5% ഷെയർ നൽകി. കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ IIM-ലെ തൻ്റെ ബാച്ച്മേറ്റ് ആയിരുന്ന VN സരോജയെ തൻ്റെ ടീമിലേക്ക് സഞ്ജീവ് ക്ഷണിക്കുകയും ചെയ്തു. തുടക്കമായതിനാൽ അദ്ദേഹത്തിനും ശമ്പളം നൽകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട് അതിനു പകരമായി തൻ്റെ കമ്പനിയുടെ 9% ഷെയർ അദ്ദേഹം ഓഫർ ചെയ്തു. വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാനായി പ്രോഗ്രാമറായ അനിൽ ലാൽ എന്ന തൻ്റെ മറ്റൊരു സുഹൃത്തിനെ സഞ്ജീവ് സമീപിച്ചു. ഒരു വെബ്സൈറ്റ് നിർമ്മിക്കാൻ തനിക്ക് വലിയ പിടിയൊന്നുമില്ല എന്ന് ആദ്യം പറഞ്ഞ ലാൽ പക്ഷേ ഒരാഴ്ചയ്ക്ക് ശേഷം തിരിച്ചെത്തി ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞു. ലാലിന് സഞ്ജീവ് തൻ്റെ കമ്പനിയിൽ 7% ഓഹരി നൽകി. വെബ്സൈറ്റ് ആരംഭിച്ചു 3 ദിവസത്തിനുള്ളിൽ തന്നെ പോർട്ടലിൽ 1000-ലധികം ജോബ് വാക്കൻസീസ് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ഇന്ന് ഈ വെബ്സൈറ്റ് Naukri.com എന്ന പേരിൽ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. പിന്നീട് സഞ്ജീവ് 99acres.com എന്ന പേരിൽ ഒരു റിയൽ എസ്റ്റേറ്റ് പോർട്ടൽ ആരംഭിക്കുകയും ഇൻഫോ എഡ്ജ് ആണ് അദ്ദേഹത്തിൻ്റെ ഹോൾഡിംഗ് കമ്പനി. 2006-ൽ ഇൻഫോ എഡ്ജ് IPO അനൗൺസ് ചെയ്തു. പൊതുജനങ്ങൾക്ക് ഒരു കമ്പനിയുടെ ഷെയറുകൾ വാങ്ങാൻ അവസരം തുറന്നു കൊടുക്കുന്ന പ്രോസസ്സാണ് IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. അന്ന് കമ്പനിയുടെ ഒരു ഷെയറിന് 146 രൂപയായിരുന്നു റേറ്റ് എങ്കിൽ ഇന്ന് ഇൻഫോ എഡ്ജിന്റെ ഒരു ഓഹരിക്ക് ഏകദേശം 5400 രൂപ മൂല്യം വരും. Naukri.comന്റെ ആദ്യ വേർഷൻ നിർമ്മിച്ച അനിൽ ലാലിന് ഇന്ന് ആ കമ്പനിയുടെ 2.43% ഓഹരി സ്വന്തമായുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ഓഹരികൾക്ക് ഇപ്പോൾ 1500 കോടിയിലധികം വിലയുണ്ട്. ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ച സഞ്ജീവ് ബിഖ്ചന്ദാനിയുടെ ഇന്നത്തെ ആസ്തി 20,000 കോടിയിലധികമാണ്. ഉയർന്ന ഗ്രോത്ത് ഉള്ള കമ്പനികളുടെ ഓഹരി, അതായത് സ്റ്റോക്ക് സ്വന്തമാക്കുന്നതിൻ്റെ പവർ ഇതാണ്. ഈ കഥയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവ പരിഹരിക്കാനും മുന്നോട്ട് പോകാനും ബിസിനസ്സുകൾക്ക് റിസോഴ്സസ് ആവശ്യമാണ്. ഈ റിസോഴ്സസ് സമാഹരിക്കുന്നതിനായി അവർ കമ്പനിയുടെ ഓണർഷിപ്പിൻ്റെ ഒരു ഷെയർ അല്ലെങ്കിൽ ഓഹരി മറ്റു വ്യക്തികൾക്ക് സ്റ്റോക്കുകളുടെ രൂപത്തിൽ നൽകുന്നു. ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു സംരംഭത്തിൻ്റെ സാധ്യതയിൽ വിശ്വാസമുള്ള മറ്റൊരു വ്യക്തിക്ക് ആ ബിസിനസ്സിൻ്റെ ഉടമസ്ഥതയിൽ ഒരു ചെറിയ പാർട്ടാകാനും അതിൻ്റെ ലാഭം പങ്കിടാനുമുള്ള അവസരവും ഇതിലൂടെ ലഭിക്കുന്നു. ഇവരെ ആ കമ്പനിയുടെ സ്റ്റോക്ക് ഓണർ എന്ന് വിളിക്കുന്നു. ബിസിനസ് വളരുന്നതിനനുസരിച്ച് ആ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ വില വർദ്ധിക്കുകയും സ്റ്റോക്ക് ഓണേഴ്സിൻ്റെ സമ്പാദ്യം വളരുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. നമ്മുടെ പണം സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നതിന് അതിൻ്റേതായ ചില റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്.
കാരണം എല്ലാ ബിസിനസ്സുകളും എപ്പോഴും നന്നായി തന്നെ മുന്നോട്ട് പോകുമെന്നോ അതിൻ്റെ സ്റ്റോക്ക് റേറ്റ് ഉയർന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യുമെന്നോ നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഏറ്റവും ബേസിക്കായ ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയാം. എന്താണ് ഒരു സ്റ്റോക്ക്? വളരെ ചുരുക്കി പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഉടമസ്ഥതയുടെ ഒരു യൂണിറ്റാണ് സ്റ്റോക്ക്. ഷെയർ എന്നും ഇതിനെ വിളിക്കും. നമ്മുടെ മലയാളത്തിൽ ഓഹരി എന്ന് പറയും. പണം സ്വരൂപിക്കാൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഉണ്ടാക്കാനൊക്കെയായി കമ്പനികൾ അവരുടെ ഈ സ്റ്റോക്കുകൾ വിട്ടു നൽകും. മറ്റു വ്യക്തികൾക്ക് ഈ സ്റ്റോക്കുകൾ വില കൊടുത്ത് വാങ്ങാൻ സാധിക്കും. കമ്പനിക്ക് ഇങ്ങനെ ലഭിക്കുന്ന പണം പുതിയ പദ്ധതികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ബിസിനസ് വിപുലീകരിക്കാനും ഒക്കെ ഉപയോഗിക്കാനുമാകും. കമ്പനിയുടെ സ്റ്റോക്കുകൾ സ്വന്തമാക്കിയ വ്യക്തികളെയാണ് ഷെയർ ഹോൾഡേഴ്സ്, ഓഹരി ഉടമകൾ എന്ന് വിളിക്കുന്നത്. കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ഒരു വിഹിതത്തിന് ഈ ഷെയർ ഹോൾഡേഴ്സ് അർഹരാകുകയും ചെയ്യുന്നു. ഇനി അറിഞ്ഞിരിക്കേണ്ട അടുത്ത കാര്യം ഇക്വിറ്റി. എന്താണ് ഇക്വിറ്റി എന്ന് നമുക്ക് നോക്കാം. സ്റ്റോക്ക്, ഇക്വിറ്റി ആളുകൾക്കിടയിൽ പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് വാക്കുകളാണ് ഇവ തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഒരു കമ്പനിയുടെ ഉടമസ്ഥാവകാശത്തിനെ പല യൂണിറ്റുകളാക്കിയാൽ ആ യൂണിറ്റുകളെയാണ് നമ്മൾ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഷെയറുകൾ എന്ന് വിളിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതേസമയം ഒരു കമ്പനിയിൽ ഒരാൾക്കുള്ള മൊത്തം ഉടമസ്ഥാവകാശത്തിനെയാണ് ഇക്വിറ്റി എന്ന് വിളിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ സിമ്പിളായി മനസ്സിലാകും. ഒരു കമ്പനിക്ക് മൊത്തം 1000 സ്റ്റോക്കുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ആ കമ്പനിയുടെ 10 സ്റ്റോക്കുകൾ വാങ്ങുന്നു. അതിനർത്ഥം ആ കമ്പനിയുടെ ഓണർഷിപ്പിന്റെ 1% ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണ്. അതായത് ആ കമ്പനിയിൽ നിങ്ങൾക്ക് 1% ഇക്വിറ്റി ഉണ്ട്. സോ ദാറ്റ്സ് ഇക്വിറ്റി. ഇനി ഒരു സ്റ്റോക്ക് നമ്മൾ സ്വന്തമാക്കിയാൽ എന്തൊക്കെ നേട്ടങ്ങളാണ് അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുക എന്ന് നോക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് സ്വന്തമാക്കുന്നതിലൂടെ ആ കമ്പനിയുടെ ലാഭത്തിൻ്റെ ഒരു ഷെയർ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു കമ്പനി അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സുമായി പങ്കിടുന്ന ലാഭത്തിൻ്റെ ആ വിഹിതത്തെ ഡിവിഡൻസ് എന്ന് പറയും. മലയാളത്തിൽ ലാഭവിഹിതം. അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് പിന്നീട് പറയാം. സ്റ്റോക്ക് സ്വന്തമാക്കുന്നതിൻ്റെ മറ്റൊരു ഗുണം എന്നത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. അതായത് നിങ്ങൾ 100 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് വാങ്ങിയെന്ന് വിചാരിക്കുക. ഇതിലൂടെ നിങ്ങൾ പണം നിക്ഷേപിച്ച ആ കമ്പനി നന്നായി പ്രവർത്തിക്കുകയും വളരുകയും ചെയ്താൽ കൂടുതൽ ആളുകൾ ആ കമ്പനിയുടെ സ്റ്റോക്സ് വാങ്ങാൻ താല്പര്യപ്പെടും. ഇങ്ങനെ ഡിമാൻഡ് കൂടുന്തോറും ആ കമ്പനിയുടെ സ്റ്റോക്സിന് മൂല്യം ഉയരുകയും സ്റ്റോക്ക് പ്രൈസ് വർദ്ധിക്കുകയും ചെയ്യും. അതായത് നിങ്ങൾ 100 രൂപയ്ക്ക് വാങ്ങിയ ആ സ്റ്റോക്കിന് ഇപ്പോൾ അതിലും ഉയർന്ന വിലക്ക് വിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ നിങ്ങളുടെ നിക്ഷേപത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് നേടാനും കഴിയുന്നു. ഇവിടെ നമ്മൾ അറിയേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്. ഒരു കമ്പനിയുടെ അസറ്റ്സിൽ, അതായത് ആസ്തിയിൽ കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡർക്കും അവകാശമുണ്ട്. സ്റ്റോക്ക് വാങ്ങി നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്ത ഒരു കമ്പനി അടച്ചുപൂട്ടേണ്ടി വന്നു എന്ന് വിചാരിക്കുക. ഈ സാഹചര്യത്തിൽ കമ്പനിയുടെ അസറ്റ്സ് ലിക്വിഡേറ്റ് ചെയ്യപ്പെടും. ലിക്വിഡേറ്റ് എന്ന് വെച്ചാൽ വിറ്റ് കാശാക്കുക എന്നർത്ഥം. ലിക്വിഡേഷന് ശേഷം ലഭിക്കുന്ന പണം ആദ്യം പോകുക ആ ബിസിനസ്സിനായി പണം കടം കൊടുത്തവർക്കായിരിക്കും. ഇവരെ ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കും. ക്രെഡിറ്റേഴ്സിന് പണം നൽകി കഴിഞ്ഞാൽ പിന്നീട് അവശേഷിക്കുന്ന പണത്തിൽ നിന്നാണ് ഷെയർ ഹോൾഡർമാർക്ക് ക്ലെയിം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇക്വിറ്റി നിക്ഷേപങ്ങൾക്ക് ക്രെഡിറ്റ്സ്, വായ്പകൾ, ബോണ്ടുകൾ തുടങ്ങിയവയേക്കാൾ ഉയർന്ന അപകട സാധ്യത, റിസ്ക് ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണ്. സ്റ്റോക്ക് സ്വന്തമാക്കുന്നതിൻ്റെ മറ്റൊരു ഗുണം പറയാം. കമ്പനിയുടെ മാനേജ്മെൻറ്റിലുള്ള മാറ്റങ്ങൾ, ഡയറക്ടേഴ്സ് ബോർഡിനെ തിരഞ്ഞെടുക്കൽ തുടങ്ങിയ പ്രധാനപ്പെട്ട ബിസിനസ് റിലേറ്റഡ് ഇഷ്യൂകളിൽ വോട്ട് ചെയ്യാൻ ഒരു ഷെയർ ഹോൾഡർക്ക് അവകാശമുണ്ട് എന്നതാണത്. കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് വാർഷിക മീറ്റിങ്ങുകൾ നടത്തി കമ്പനിയുടെ ഓവറോൾ പെർഫോമൻസ് റിപ്പോർട്ട് ചെയ്യും. ഭാവി പ്രവർത്തനങ്ങൾക്കുള്ള പദ്ധതികളും മാനേജ്മെൻറ്റിൻ്റെ തീരുമാനങ്ങളും അവർ ഷെയർ ഹോൾഡേഴ്സിനോട് ഡിസ്ക്ലോസ് ചെയ്യും. ഈ മീറ്റിങ്ങുകളിൽ ഷെയർ ഹോൾഡേഴ്സിന് വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കും. ഇനി അവസാനമായി ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. ഒരു വ്യക്തി ഒരു കമ്പനിയുടെ ഷെയർസ് വാങ്ങി ഓണർഷിപ്പിൻ്റെ ഒരു ഭാഗം സ്വന്തമാക്കുമ്പോഴും ആ ഓണർഷിപ്പ് പരിമിതമാണ്. ഇതിനർത്ഥം കമ്പനിക്ക് ലാഭമുണ്ടാകുമ്പോൾ ഒരു ഷെയർ ഹോൾഡർ എന്ന നിലയിൽ നിങ്ങൾക്ക് ലാഭവിഹിതം ലഭിക്കും. പക്ഷേ കമ്പനി പാപ്പരായാലും നിങ്ങൾ വാങ്ങിയ സ്റ്റോക്സിൻ്റെ മൂല്യം നഷ്ടപ്പെടും എന്നതിൽ കവിഞ്ഞ് മറ്റു നഷ്ടങ്ങൾക്കൊന്നും തന്നെ വ്യക്തിപരമായി നിങ്ങൾ ബാധ്യസ്ഥരാകുന്നില്ല. അപ്പോൾ ഇനി അവസാന ചോദ്യം, എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് അഥവാ ഓഹരി വിപണി? സ്റ്റോക്സ് വാങ്ങാനും വിൽക്കാനുമുള്ള ഇടമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റിന് പ്രധാനമായും 2 ഉദ്ദേശങ്ങളാണ് ഉള്ളത്. ആദ്യത്തേത് ബിസിനസ്സിന് ആവശ്യമായ ഫണ്ടിനായി കമ്പനികൾക്ക് മൂലധനം, ക്യാപിറ്റൽ നൽകുന്നു എന്നത്.
രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് കമ്പനികളുടെ വളർച്ചയിൽ നിന്ന് പ്രയോജനം നേടാൻ നിക്ഷേപകർക്ക് അവസരം നൽകുന്നു എന്നതുമാണ്. ഒരു നിക്ഷേപകന് ഒരു കമ്പനിയുടെ സ്റ്റോക്കുകളിൽ 2 തരത്തിൽ നിക്ഷേപം നടത്താനാവും. പ്രൈമറി മാർക്കറ്റ്സ് വഴിയും സെക്കൻഡറി മാർക്കറ്റ്സ് വഴിയും. പ്രൈമറി മാർക്കറ്റ്സിൽ തങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഫണ്ടിനു വേണ്ടി കമ്പനികൾ സ്റ്റോക്സ് ഇഷ്യൂ ചെയ്യുന്നു. വ്യക്തികൾക്ക് വില കൊടുത്ത് ഇവ വാങ്ങാവുന്നതാണ്. സെക്കൻഡറി മാർക്കറ്റുകളിൽ സ്റ്റോക്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് നിക്ഷേപകർ പരസ്പരമാണ്. ഇവിടെ പുതിയ സ്റ്റോക്കുകളൊന്നും തന്നെ ഇഷ്യൂ ചെയ്യപ്പെടുന്നില്ല. അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ പ്രൈമറി മാർക്കറ്റ്സിനെ കുറിച്ചും സെക്കൻഡറി മാർക്കറ്റ്സിനെ കുറിച്ചും കൂടുതൽ വിശദമായി സംസാരിക്കുന്നതാണ്. അപ്പോൾ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഷെയർ എന്താണെന്നുള്ള ഐഡിയ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോകളിലായി സ്റ്റോക്ക് മാർക്കറ്റുകളെക്കുറിച്ചും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഇന്റർമീഡിയറീസിനെ കുറിച്ചുമെല്ലാം വിശദമായി നമ്മൾ പറയും. താങ്ക് യു ഫോർ വാച്ചിങ്. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.